ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അങ്ങനെ നമ്മുടെ ഗീവ് അവേയും കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട് മച്ചാൻ. ഓൾറെഡി എന്താ പറയുക, നമ്മൾ ഇന്ന് കൊടുക്കാൻ നമ്മുടെ ഗീവ് അവേനെ പറ്റിയും പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മളപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും കിട്ടട്ടെ മച്ചാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതിൻ്റെ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോനുള്ളിൽ തന്നെ ഉറപ്പായിട്ട് നമ്മുടെ ഗീവ് അവേൻ്റെ റൂൾസ് എന്താണ്, അതിനെപ്പറ്റി എന്താണ് ഗീവ് അവേ ചെയ്യുന്നത്, കോയിൻ തന്നെയാണ് മച്ചാൻ. ഓൾറെഡി കോയിൻ തന്നെയാണ്, ഇപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് ഞാൻ കോയിൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോയും പറയുന്നുണ്ട്. അപ്പോൾ മച്ചാൻ നിലവിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പെലയുടെ പാക്ക് വന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മൺഡേ പാക്ക് ഓൾറെഡി അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ബെക്കംബറിൻ്റെയും ബഫറിൻ്റെയും പാക്ക് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ കേസ് എന്താ പറയുക, ഓൾറെഡി കേസ് നമ്മൾ നൈറ്റാണ് ലൈവ് ഉള്ളത്. നമ്മൾ നൈറ്റ് ഇപ്പോൾ ഇന്നലെ വന്നായിരുന്നു, ഡെയിലി 8 മണിക്കാണ് ലൈവ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു 8:10, 8 മണിക്കുള്ളിൽ ഉറപ്പായിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും വരിക, നമുക്ക് ഫ്രണ്ട്ലി മാച്ചൊക്കെ സെറ്റാക്കാം, കോ മാച്ചും കേസ്. അപ്പോൾ എന്തായാലും മച്ചാൻ നമുക്ക് ഡാറ്റാബേസിൽ വന്നിട്ടുള്ള പാക്കുകൾ അതുപോലെ കേസ് ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത മാസമാണ് ഒരു ഓഗസ്റ്റ് 14, 15, 16 ആ ഒരു ഡേറ്റ് ആണ് ഇവരിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വ്യാഴാഴ്ച തന്നെയാണ്. അപ്പോൾ ഓഗസ്റ്റ് 14 ആയിരിക്കും മിക്കവാറും നമ്മുടെ അപ്ഡേറ്റ് വരാൻ പോണ മേജർ അപ്ഡേറ്റ്. നിങ്ങൾക്കറിയാം ഏകദേശം കുറേ പാക്കുകൾ ആഡായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മച്ചാൻ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതിപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിപ്പോൾ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് തോന്നുന്നു. നമ്മുടെ വേൾഡ് ക്ലാസിക്സ് എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റിൻ ഒക്കോച്ചയുടെ ഒരു കാർഡ് കാണുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മുടെ പെലയൊക്കെ വന്നപ്പോൾ തന്നെ കുറേ കാർഡുകൾ ഇനിയും വരാനുണ്ട്. റൂണിയൊക്കെ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ മച്ചാൻ ഓൾറെഡി നിങ്ങൾക്കറിയാം കുറച്ച് മുമ്പാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു എല്ലാ ബിഗ് ടൈം പ്ലേയേഴ്സിൻ്റെ ഒരു പ്രോഗ്രഷൻ വീഡിയോ ചെയ്യും. ഞാൻ എന്തായാലും അത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതൊന്ന് പറയണേ മച്ചാൻ. അവരുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് എന്തായാലും അത് റെഡിയാക്കാം വരുന്ന വീഡിയോകളിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്ന് കണ്ടുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് റെഡിയാക്കാം ഗൈസ്. അപ്പം ഈ ഒരു പാക്കിൽ മച്ചാൻ ഇത് ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡാറ്റാബേസിൽ വന്ന നിലവിലുള്ള എപ്പിക് കാർഡുകളാണ്. ഈ എപ്പിക് പ്ലേയേഴ്സിൽ എന്തായാലും മച്ചാൻ ഉറപ്പാണ് 15 എപ്പിക് പ്ലേയേഴ്സാണ് നമുക്ക് കക്ക പാക്കിൽ കിട്ടുക. അതിൽ 5 ന്യൂ എപ്പിക്കും, ബാക്കിയെല്ലാം നിലവിൽ വന്നിട്ടുള്ള കാർഡുകളായിരിക്കും. അപ്പം ഉറപ്പായിട്ട് ആ കക്കക്കാർഡിൽ 24-ാം തീയതിയാണ് നമുക്ക് ഒരാളെ സൈൻ ചെയ്തെടുക്കാൻ പറ്റുക. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇന്നലെ ഒരു ക്യാമ്പയിൻ വന്നിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് തോന്നുന്നു, ഇന്നലെ മിനിഞ്ഞാന്ന് ക്യാമ്പയിൻ വന്നായിരുന്നു കൗണ്ട് ഡൗണിൻ്റെ. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 ഗോൾഡൻ എന്താ പറയുക, ഒരു പാക്കിൽ 200 കോയിനും വേറൊരു 50 കൂടെ കിടപ്പം മൊത്തം 250 കോയിൻ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറേ പേർക്കൊക്കെ 100 കോയിൻ്റെ പെലയൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പക്ഷേ അവർ ഉറപ്പായിട്ടും മൺഡേ നിങ്ങൾ ചെറിയ കോയിനൊക്കെ ഇട്ട് നോക്കുക. ചിലപ്പോൾ അങ്ങനെ അടിക്കുന്നവരുണ്ട്, 100 കോയിനൊക്കെ പെലയൊക്കെ അടിച്ചൊരു ഇഷ്ടമായിട്ടുണ്ട്. കാരണം ഇന്നലെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ കുറേ പേർക്ക് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാൻ നിങ്ങളും അതിൽ ഉൾപ്പെടുത്തിട്ട് എന്തായാലും. അപ്പോൾ മച്ചാൻ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള പാക്ക്, ബാക്കി വെയിറ്റിംഗ് ഉള്ളത്. അപ്പം നമ്മുടെ ഡെയിലി ഗെയിം നിങ്ങൾക്കറിയാം ഇനി അടുത്ത മാസം 7-ാം തീയതി ആകുമ്പോഴത്തേനും എല്ലാ പാക്കും അത്യാവശ്യം പോവുകയാണ്. അപ്പോൾ അവിടെ റൊമാരിയോ ഉണ്ട്, അതുപോലെ നമ്മുടെ റോബർട്ടക്കാർഡും കസിലിയാസും ഉണ്ട്. കാരണം ഡെയിലി ഗെയിമിൽ പുതിയതായിട്ട് ആഡ് ആവാൻ നല്ല ചാൻസ് ഉള്ളൊരു കാർഡുകളാണ്. അപ്പോൾ എന്തായാലും ഇവരുള്ള കാർഡുകളൊക്കെ ഉറപ്പായിട്ടും വരും. പിന്നെ മച്ചാൻ ഓൾറെഡി നമ്മുടെ സിദാന്റെയും അതിൽ കേസ് റൊണാൾഡോന്റെ കാർഡ് ഉറപ്പായിട്ട് ഷുവർ ആയിട്ട് വരും. കാരണം ഇത് ഓൾറെഡി പെല വന്ന പോലെ തന്നെ പറഞ്ഞാണ്. സിദാന്റെ കാർഡ് നമുക്ക് എത്രത്തോളം കൺഫേം ആണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഈ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ കിട്ടില്ലായിരിക്കും. കാരണം ഓൾറെഡി നമുക്കറിയാം പെല വന്നപ്പോഴേ സെർവർ പോയി, അതേപോലത്തെ ഒരു വരവായിരിക്കും എന്തായാലും ഈ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ. പിന്നെ കേസ് ഓൾറെഡി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാർഡാണ് നമ്മുടെ 2008 റൊണാൾഡോന്റെ കാർഡ്. ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആയിട്ടാണ്. പക്ഷെ ഈ ഒരു കാർഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊനാമി നിൽക്കൂല. കാരണം അത്രയും എല്ലാവരും യൂസേഴ്സ് എല്ലാവരും ഒന്നടങ്കം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക എല്ലാവരും ഏത് കാർഡാണ് വെയിറ്റിംഗ് എന്ന്. അപ്പോൾ എന്തായാലും വരട്ടെ മച്ചാൻ വരെ. പിന്നെ ഓൾറെഡി ഗൈസ് നമ്മുടെ വേൾഡ് ക്ലാസിക് വോളിയം 2 എന്ന് പറഞ്ഞൊരു എപ്പിക്ക് കാണുന്നുണ്ട്. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ ഡെന്നിസിനോട് ഒരു കാർഡ് കുറേ ആയി നമ്മൾ കുറേ പേര് ചോദിക്കുന്നത്, ഇത് ബെക്കംബറിനെ പോലെ. അപ്പം അത് അത്ര കൺഫേം ആയിട്ടില്ല. പക്ഷെ നമ്മുടെ കൊനാമിയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ ഇങ്ങനത്തെ ഒരു കാർഡ് നമുക്ക് ചിലപ്പോൾ ഫ്രീ തരാൻ ചാൻസ് ഉണ്ട്, ബെക്കംബറിനൊക്കെ തന്ന പോലെ. അപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എന്തായാലും നിങ്ങളെ കാണിച്ചതാണ്. അതേപോലെ കേസ് നമുക്ക് 51 എപ്പിക് പ്ലേയേഴ്സാണ് പുതിയതായിട്ട് ആഡ് ആക്കിയത്. അപ്പോൾ അടുത്ത മാസം പിന്നെ ഈ ഒരു ലാസ്റ്റ് കേട്ട് ഇത്രയും പ്ലേയേഴ്സ് ഉറപ്പായിട്ട് കൊനാമിൽ ഷുവറായിട്ടും വരുന്ന കാർഡുകളാണ്. ബെയിലൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു, ടോണി എന്ന് പറഞ്ഞാൽ നമ്മുടെ മച്ചൻ ചോദിച്ചായിരുന്നു അവരുടെ ബെയിലിൻ്റെ കാര്യം. അപ്പം ബെയിൽ ഓൾറെഡി കൺഫേം ആയിട്ടുണ്ട്, ബെയിലും വരുന്നുണ്ട്. കഴിച്ചത് കണ്ടോ റൂണിയുടെ കാർഡ്, പിന്നെ നമ്മുടെ പ്ലാറ്റിനി, പുയോള്, എൻ്റെ പൊന്ന് കഴിച്ച് ഇത്രയും കിടിലൻ കാർഡുകളാണ്. കൂബോ, കസിലിയാസ്, ബെയിൽ, ഡേവിഡ്സ്. അതും കഴിച്ച് ഇവർ ഓൾറെഡി പെല കൊണ്ടുവന്നവരെ തന്നെയായിരിക്കും നമ്മുടെ റൂണിയുടെ കാർഡ് കൊണ്ടുവരിക. അതും 2 എത്രയോ എബിലിറ്റീസ് കൂട്ടിയിട്ടായിരിക്കും. പിന്നെ കഴിച്ച് ഓൾറെഡി നമ്മുടെ ടോറസ് ഉണ്ട്. പിന്നെ ഓൾറെഡി ദ കിങ് ഓഫ് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ് മുള്ളറും ഉണ്ട്. കാരണം കുറച്ചൊക്കെ കൺസെപ്റ്റുകളാണ്, പക്ഷെ കുറേ കാർഡുകളൊക്കെ നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ബെയിലുണ്ട്, റൂണി ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ ഇതാണ് കഴിഞ്ഞ് നമ്മുടെ മൺഡേ വരുന്ന പാക്ക്, അതായത് ബഫണും പിന്നെ ജി വാൻ ബ്രോങ്ഹോസ്റ്റും, ആ പേര് തന്നെ വെറൈറ്റി, ബെക്കംബറും എല്ലാം ഡബിൾ ബൂസ്റ്റർ ആട്ടോ. പെലയ്ക്കൊക്കെ ഇത് കണ്ടോ ലോങ് റേഞ്ച് ടാക്കിളും ഉണ്ട്, ഫോർട്രസും ഉണ്ട്. അപ്പോൾ എന്തായാലും കിടിലും പാക്കാണ്. പിന്നെ മച്ചാമാർ ഓൾറെഡി നമ്മുടെ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മുടെ ജുവൻറ്റസ് ഓൾറെഡി നമ്മുടെ ഈ
എന്താ ലൈസൻസ് ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ ജുവൻറ്റസ് കിട്ടാൻ നല്ല പാടുണ്ട്. പക്ഷേ നമുക്ക് ഓൾറെഡി ഡോർമണ്ടാണ്. അപ്പം നമ്മുടെ ഓൾറെഡി വരാൻ പോകണം മിക്കവാറും അടുത്ത മാസത്തെ സ്റ്റേഡിയം. പിന്നെ ഓൾറെഡി റോണിയുടെ ഒരു കാർഡും കൂടിയാണ് മൈസ്ട്രോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ മച്ചാമാരെ ഓൾറെഡി ഒന്നും കൂടെ ഇവർ ഇട്ടിട്ടുള്ളൂ. ഉറപ്പായിട്ട് നമ്മുടെ ആർണയുടെ കാർഡ് ഷുവറാണ്. സിദാന്റെ കാർഡുകൾ എത്രത്തോളം വരും എന്നറിയില്ല. പിന്നെ നിങ്ങൾ എന്തായാലും മച്ചാമാരെ നോക്കിയിട്ടൊക്കെ മാനേജേഴ്സിനെ എടുക്കുക. പുതിയ മാനേജർ വലിയ കുഴപ്പമൊന്നുമില്ല, മാർട്ടിനസ് അത്യാവശ്യം ഇതുള്ളതാണ്. അപ്പോൾ മച്ചാമാരെ ഇതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 103-102 വരെ റേറ്റിംഗ് കാണുള്ളൂ. പക്ഷെ എന്നാലും മച്ചാമാരെ നിങ്ങൾ ഇതിൽ കക്കയാണ് ഒന്ന്. അപ്പോൾ നിങ്ങൾ ആരും എടുക്കാൻ ജസ്റ്റ് കമന്റ് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ഈ വരുന്ന വ്യാഴാഴ്ചയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും ഗീവ് അവേനെ പറ്റി പറയാം. മച്ചാമാരെ ഗീവ് അവേ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കഴിച്ച് നമ്മൾ ഒരു സബ്സ്ക്രൈബറിനാണ് നമുക്ക് എന്തായാലും കൂട്ടി വരാട്ടോ. ഞാൻ 1, 2, 3, 4 ഒക്കെ കൂട്ടി വരാം. നമുക്ക് എന്തായാലും റെഡിയാക്കാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് 110 രൂപേൻ്റെ ഒരു എന്താ പറയുക റീഡിങ് കോഡ് ഗൂഗിൾ പേ വഴി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. 110 രൂപയ്ക്ക് ഏകദേശം 260 കോയിനാണ് നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബറിലേക്ക് കിട്ടുക. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കമന്റ് പിക്കർ അല്ല, നമ്മൾ ഇപ്രാവശ്യം ഉറപ്പായിട്ടും കൺഫേം ആയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങളൊരു കമന്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ടോപ്പായിട്ട് എത്ര കമന്റ് ലൈക്കാണോ വരുന്നത് ആ ഒരു കമന്റ് ലൈക്കറിനെ ഉറപ്പായിട്ടും നമ്മൾ സെലക്ട് ചെയ്തെടുക്കും. അതായത് നമ്മളിപ്പോൾ ഒരാൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മച്ചാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളെ എടുത്തിട്ട് ഒരു സബ്സ്ക്രൈബറിനെ എടുത്തിട്ട് അതിൽ തൊട്ടടിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്നെങ്കിൽ നിങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എടുക്കും. നിങ്ങൾക്ക് ഞാൻ ഇൻസ്റ്റ വഴി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത പോലെ തന്നെ റെഡിങ് കോഡ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ മച്ചാൻ ഇതാണ് നമ്മുടെ ഗീവ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തന്നെ ഓൾറെഡി എന്താ പറയുക ഷെയർ ഒക്കെ ചെയ്ത് നിങ്ങൾ ഓൾറെഡി ലൈക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ തൊട്ടടി നിങ്ങളുടെ കമന്റിന് ആക്കുക. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പിൻ ചെയ്ത് നിങ്ങളെ സെലക്ട് ചെയ്ത് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ഒരു ഞാൻ വിചാരിക്കുന്ന ലൈവ് തന്നെ ഒരു തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് 2 ദിവസം ഒരു ഗ്യാപ്പ് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ലൈവിലായിട്ട് ഉറപ്പായിട്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും പറയാം. അപ്പോൾ എന്തായാലും മച്ചാൻ ഇന്നത്തെ വീഡിയോത്തുള്ള അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.